ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മിസ് എത്തിയിരിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം എക്സാമിന് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള നിങ്ങൾക്ക് അതേപോലെ പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കാനുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഒത്തിരി കണ്ടന്റ് വൈസിൽ കിടക്കുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ മിനറൽസിനെ കുറിച്ചാണ് ഇന്ന് മിസ്സോടെ ഡിസ്കസ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ഫുഡ് കഴിക്കുമ്പം പറയും ആ ഫുഡ് കഴിക്കുക നല്ല ന്യൂട്രീഷൻസും മിനറൽസും ഒക്കെ ഉള്ള ഫുഡാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ട്. അല്ലാതെ നമുക്ക് മിനറൽസിനെ പറ്റി യാതൊരുവിധ ബേസിക് ഐഡിയാസും ഇല്ല അല്ലേ. ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് മിനറൽസ് എന്താണ്, നമ്മുടെ ബോഡിയിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ട മിനറൽസ് ഏതാണ്, ഏത് മിനറൽസ് ആണ് കുറവായിട്ട് വേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് മിനറൽസ് ഉണ്ട്, ഇങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസിന് ഇന്ന് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടാൻ പോവാണ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്താൽ എന്തൊക്കെയാണ് മിനറൽസ് എന്നുള്ളത് നോക്കിക്കേ. Minerals are micronutrients required in varying amount for the proper functioning, normal growth and keep the good health of our body. Minerals എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ ന്യൂട്രിയന്റ് ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിക്ക് മതി എന്ത്? മിനറൽസ്. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസ് നിലനിർത്താനും നമ്മുടെ നോർമൽ ബോഡി ഗ്രോത്തിനും നമ്മുടെ ഹെൽത്ത് ഒക്കെ നന്നായിട്ടിരിക്കാനും നമ്മുടെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് മിനറൽസ് തന്നെ രണ്ട് കാറ്റഗറീസ് വരുന്നുണ്ട്. റിക്വയർഡ് ഇൻ ലാർജ് എമൗണ്ട് ആൻഡ് റിക്വയർഡ് ഇൻ ട്രേസ് എമൗണ്ട്. ചില മിനറൽസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേണം, ചില മിനറൽസ് ആണെങ്കിലോ നമ്മുടെ ശരീരത്തിൽ ചെറിയ എമൗണ്ടിൽ മതി. അത് ഏതൊക്കെയാണ് ആ ടൈപ്പ് ഓഫ് മിനറൽസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ലാർജ്. നമ്മുടെ ശരീരത്തിൽ എത്ര കിട്ടിയാലും മതി വരാത്ത കുറച്ച് മിനറൽസ് ഉണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, സൾഫർ, ക്ലോറൈഡ്, മഗ്നീഷ്യം. ഇത്രയും മിനറൽസ് നമ്മുടെ ശരീരത്തിൽ എത്ര ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് മതിയാവില്ല. പക്ഷേ വേറെ ചില മിനറൽസ് ഉണ്ട്. അയേണ്, അയഡിൻ, സിങ്ക്, ക്രോമിയം, കൊബാൾട്ട്, കോപ്പർ, ഇവരൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൽ വെറിയ ട്രേസ് എമൗണ്ട്, വളരെ എന്താ പറയാ നേർത്ത അളവിൽ മതി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിനറൽ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. നമ്മൾ പഠിച്ച നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള മിനറൽസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ഫസ്റ്റ് വൺ നോക്കിക്കോ, കാൽഷ്യം. കാൽഷ്യത്തിന്റെ ഫങ്ഷൻ എന്താന്ന് ആദ്യം നോട്ട് ചെയ്ത് വെച്ചോ. ഫോർമേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. നമ്മളുടെ എല്ലിന്റെ വളർച്ചയ്ക്ക്, പല്ലിന്റെ വളർച്ചയ്ക്ക്, ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മിനറൽസ് ആണ് നമ്മുടെ കാൽഷ്യം. ഇനി കാൽഷ്യം നമുക്ക് കൂടുതലായിട്ട് ഏത് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടാന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പാലിൽ നിന്ന് കിട്ടും. ഫിഷ്, മീറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള ബ്രൊക്കോളി, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് കിട്ടുന്നത്? കാൽഷ്യത്തിന്റെ കണ്ടന്റ് ബോഡിയിലേക്ക് കിട്ടുന്നത്. ഇനി ഈ കാൽഷ്യത്തിന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖമാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമെലാസിയും. നോട്ട് ചെയ്ത് വെക്കുക, ഡിസീസ് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യത്തിന്റെ കുറവ് മൂലം നമുക്ക് വരുന്ന അസുഖമാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമെലാസിയും. അപ്പൊ നമ്മൾ പറഞ്ഞു കാൽഷ്യം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? നമ്മുടെ എല്ലിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ പല്ലിന്റെ വളർച്ചയ്ക്ക്. അപ്പൊ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അസുഖങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമെലാസിയും. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും? സോഫ്റ്റനിങ് ഓഫ് ബോൺ, ഡീഫോർമാലിറ്റീസ് ആൻഡ് പെയിൻ ഇൻ ബോൺസ്. അതായത് കാൽഷ്യത്തിന്റെ കുറവ് കാരണം നമ്മുടെ എല്ലൊക്കെ എന്തായി പോവുക? പെട്ടെന്ന് സോഫ്റ്റ് ആയി പോവുക. എല്ല് സോഫ്റ്റ് ആവുന്നത് നല്ലതാണോ മക്കളെ? എല്ല് സോഫ്റ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എവിടെ നമ്മുടെ കൈ തട്ടിയാലും മുട്ടിയാലും പെട്ടെന്ന് ബെൻഡ് ആവും. ക്ലിയർ ആണോ? അപ്പൊ കാൽഷ്യം കുറഞ്ഞാൽ വരുന്ന അസുഖമാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമെലാസിയും. കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിന്റെ വളർച്ച അല്ലെങ്കിൽ സ്മൂത്ത്നെസ് കൂടും. സ്മൂത്ത്നെസ് കൂടിക്കഴിഞ്ഞാൽ എല്ല് പെട്ടെന്ന് ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ആണ് അയൺ. അയൺ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർമേഷൻ ഓഫ് ഹിമോഗ്ലോബിൻ. നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ആണ് ഹിമോഗ്ലോബിൻ. അപ്പൊ ഈ ഹിമോഗ്ലോബിൻ ഉണ്ടാക്കിയത് 4 അയൺ വെച്ചിട്ടാണ്. 4 ഹീം യൂണിറ്റ് അല്ലെങ്കിൽ അയൺ യൂണിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്.
ഇനി നമുക്ക് കൂടുതലായിട്ട് അയൺ കണ്ടന്റ് ഉള്ള ഫുഡ്, ഇപ്പൊ അയൺ കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ എന്താണ്, നമ്മൾ ഓറലി അല്ലെ, നമുക്ക് ഡിസ്പെൻസറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അയൺ ടാബ്ലറ്റ്സ് തരും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ടാബ്ലറ്റ്സ് തരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനത്തെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്? നമ്മൾ നല്ല ഇലക്കറികള്, പച്ചക്കറികള്, എഗ്ഗ്, സ്പിനാഷ്, മീൻസ് ജാഗ്രി, അതായത് നമ്മുടെ ശർക്കര, ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്ത് കുറയുമ്പോഴാണ് നമുക്കപ്പൊ ഇത് വരുന്നത്? നമ്മൾ പറഞ്ഞു അയൺ കുറയുമ്പോൾ നമുക്ക് എന്ത് അസുഖമാണ് വരുന്നത്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയും, ലോസ് ഓഫ് ബോഡി വെയിറ്റ്, നമ്മൾ ഭയങ്കര ടയേർഡ്നെസ്, നമുക്ക് ഭയങ്കര ക്ഷീണം വരും, അതേപോലെ തന്നെ നമ്മുടെ വിശപ്പ് പോവും. ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത മിനറൽ ആണ് അയൺ. അയൺ നമുക്ക് എവിടെ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത്? ലീഫി വെജിറ്റബിൾസ്, എഗ്ഗ് എന്നൊക്കെയാണ് നമുക്ക് അയൺ കൂടുതലായിട്ട് കിട്ടുന്നത്. അയോണിന്റെ കുറവ് മൂലം നമുക്ക് വരുന്ന അസുഖമാണ് അനീമിയ. അനീമിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല, ബോഡി വെയിറ്റ് കുറയും, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഫോസ്ഫറസ്. നേരത്തെ നമ്മൾ കാൽഷ്യത്തിനെ പറഞ്ഞ പോലെ തന്നെയാണ് ഫോസ്ഫറസും. നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോസ്ഫറസ് കൂടുതലായിട്ടുള്ള ഭക്ഷണമാണ് സീറൽസ്, ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, ബജറ, മീറ്റ്സ് ഒക്കെ. അപ്പൊ നേരത്തെ പോലെ തന്നെ ഫോസ്ഫറസ് കുറഞ്ഞാൽ നമുക്ക് വരുന്ന കണ്ടീഷനാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമെലാസിയും. ഓൾറെഡി നമ്മൾ കാൽഷ്യത്ത് പറഞ്ഞു. വീണ്ടും സെയിം സാധനം തന്നെയാണ് സോഫ്റ്റനിങ് ഓഫ് ബോണും, അതേപോലെ തന്നെ പീജിയൻ ചെസ്റ്റ്, നമ്മുടെ ചെസ്റ്റിന്റെ നെഞ്ചിന്റെ ഇവിടെ എന്താ പറയാ, ഈ ചട്ടക്കൂടി ഇങ്ങനെ പൊന്തി നിൽക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ നെഞ്ചിന്റെ, അതിങ്ങനെ പൊങ്ങി വരും, എല്ലുകളൊക്കെ ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതില് നിങ്ങൾക്ക് നമ്മുടെ കാൽഷ്യത്തിനെയും ഫോസ്ഫറസിനെയും നിങ്ങൾക്ക് ഒരേപോലെ പഠിക്കാൻ പറ്റും. കാരണം എന്താണ്? രണ്ടിലും സെയിം കണ്ടന്റ് ആണ് കൊടുത്തത്. കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് റിക്കറ്റ്സും ഓസ്റ്റിയോമെലാസിയും വരും. ഇത് എന്തിന് കാരണമാകും? നമ്മളുടെ എല്ലുകളുടെ ബലക്കുറവിന് കാരണമാകും. സെയിം ഫോസ്ഫറസ് ആണെങ്കിലും നമ്മുടെ എല്ലിന്റെ ബലക്കുറവിന് കാരണമാകും. റിക്കറ്റ്സും ആൻഡ് ഓസ്റ്റിയോമെലാസിയാണ്. അയണിന്റെ കുറവ് മൂലം നമുക്ക് വരുന്ന അസുഖമാണ് അനീമിയ. നെക്സ്റ്റ് ആണ് അയഡിൻ. അയഡിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വിഭാഗത്തിൽ പഠിച്ചതായിരുന്നു? നമ്മുടെ ശരീരത്തിൽ ട്രേസ് എമൗണ്ട്, വളരെ നേരത്തെ എമൗണ്ടിൽ മതി അയഡിൻ. അയഡിന്റെ കുറവ് മൂലം നമുക്ക് എന്താ വരുന്നത് നോക്കിക്കുക. അയഡിൻ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. മെറ്റബോളിക് കൺട്രോൾ ഓഫ് ഹോർമോൺ തൈറോക്സിൻ. നമ്മുടെ ശരീരത്തിലെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് തൈഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അയഡിൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അയഡൈസ്ഡ് സാൾട്ട്, സീ ഫുഡ്, ഈ കടൽ മത്സ്യങ്ങള്, അതേപോലെ തന്നെ ഈ കടൽ മത്സ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് അയഡിൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അല്ലാതെ ഫ്രൂട്ട്സ് കഴിച്ചാലും വെജിറ്റബിൾസ് കഴിച്ചാലും ഗ്രീനി വെജിറ്റബിൾസ് കഴിച്ചാലും ഒന്നും നമ്മുടെ ശരീരത്തിൽ അയഡിൻ എത്തില്ല. ആകെ നമുക്ക് അയഡിൻ ചെറുതായിട്ട് മതി, ട്രേസ് എമൗണ്ടിൽ മതി ഈ മിനറൽ. പക്ഷെ അതുപോലും നമുക്ക് എവിടുന്ന് കിട്ടില്ല, നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്നും കിട്ടില്ല. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു അയഡിൻ കിട്ടണമെങ്കിൽ നമ്മൾ കടൽ മത്സ്യങ്ങൾ കഴിക്കണം. അപ്പൊ എപ്പോഴും കടൽ മത്സ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആവണം എന്നില്ല. അപ്പൊ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന കറിയുപ്പില്ലേ, കറിയുപ്പ്, ഈ കറിയുപ്പിന്റെ പാക്കറ്റിന്റെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അയഡൈസ്ഡ് സാൾട്ട്. ആ ഉപ്പിൽ എന്തുണ്ട്? അയഡിൻ കണ്ടന്റ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ കുറച്ചെങ്കിലും അയഡിൻ കണ്ടന്റ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ഉപ്പ് എങ്ങനത്തെയാണ്? അയഡൈസ്ഡ് സാൾട്ട് ആണ്. അപ്പൊ ഇനി വീട്ടിൽ ഉപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ പാക്കറ്റിന്റെ മുകളിൽ കാണാൻ പറ്റും. ഈ അയഡിന്റെ കുറവ് മൂലം നമുക്ക് വരുന്ന അസുഖമാണ് ഗ്ലോയിറ്റർ. ഗ്ലോയിറ്റർ എന്താ? എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്ത്. നമ്മുടെ ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് കാണാൻ പറ്റുന്നത്. അപ്പം അയഡിന്റെ കുറവ് മൂലം എന്ത് ചെയ്യും? ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഇവിടെ അങ്ങ് വലുതാകും. വലുതാകുമ്പോൾ വരുന്ന അസുഖമാണ് ഗ്ലോയിറ്റർ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ആണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം ആൻഡ് പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ നോർമൽ വാട്ടർ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ചില ആളുകളിൽ പ്രായമായിട്ടുള്ളവരിൽ സോഡിയം കൂടിയും അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണ്? ആ വാട്ടർ ബാലൻസിങ് അവർക്ക് നഷ്ടമാവുന്നത് കൊണ്ടാണ്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് സോഡിയം പൊട്ടാസ്യം കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് സാൾട്ട്, മീറ്റ്, ഫ്രൂട്ട്സ്, എഗ്ഗ്, സ്പിനാഷിലൊക്കെ നമുക്ക് എന്ത് കൂടുതലുണ്ട്? സോഡിയം പൊട്ടാസ്യം കൂടുതലുണ്ട്. ഇനി
ഇതില്ലെങ്കിൽ വരുന്ന അസുഖങ്ങളാണ് ഹൈ ബ്ലഡ് പ്രഷർ വരാം, ഒഡീമിയ, ഓസ്മോട്ടിക് പ്രഷർ ഡിസ്റ്റർബ്ഡ്. നമ്മുടെ പ്രഷർ ബാലൻസിങ് സിസ്റ്റത്തിനൊക്കെ ഇത് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് ചെയ്യും. ഇനി നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽ ന്യൂട്രീഷൻ, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, വൊമിറ്റിംഗ് വരും, നമുക്ക് വിശപ്പ് പോവുക, ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. അപ്പൊ ഇവിടെ മിസ് ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലോയിറ്ററിന്റെ പിക്ചർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് തന്നിട്ട് ഇത് ഏതാ ഡിസീസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഗ്ലോയിറ്റർ. ഇതിന് കാരണം എന്താ ചോദിച്ചാൽ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ, അയഡിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് വരുന്നത്. അപ്പൊ ക്ലിയർ ആണോ? അപ്പം മിസ് വൺസ് അഗെയിൻ പറയാണ്, കാൽഷ്യം ഫോസ്ഫറസും നമ്മുടെ ശരീരത്തിന്റെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്കാണ്. അപ്പൊ കാൽഷ്യം ഫോസ്ഫറസും കുറഞ്ഞാൽ വരുന്ന അസുഖമാണ് റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമെലാസിയ. അപ്പൊ നമ്മുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് സോഫ്റ്റൺ ആവും, എവിടെയെങ്കിലും തട്ടിയാൽ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ആണ് അയൺ. അയൺ എപ്പോഴും സഹായിക്കുന്നത് ഹിമോഗ്ലോബിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഹിമോഗ്ലോബിന്റെ കുറവ് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അസുഖമാണ് അനീമിയ. അനീമിയ അല്ലെങ്കിൽ വിളർച്ച വന്നു കഴിഞ്ഞാൽ വിശപ്പ് നഷ്ടപ്പെടും, അതേപോലെ ക്ഷീണം അനുഭവപ്പെടും, ബോഡി വെയിറ്റ് കുറയും. നെക്സ്റ്റ് ആണ് അയഡിൻ. അയഡിൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? അയഡൈസ്ഡ് സാൾട്ടിൽ നിന്നും സീ ഫുഡിൽ നിന്നാണ്. അയഡിന്റെ കുറവ് മൂലം നമുക്ക് വരുന്ന ഒരു അസുഖമാണ് ഗ്ലോയിറ്റർ. ഗ്ലോയിറ്ററിന് കാരണം എന്താണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അയഡിൻ കിട്ടാതെ ഇങ്ങനെ വീങ്ങി വരും. നെക്സ്റ്റ് ആണ് സോഡിയം പൊട്ടാസ്യം. നമ്മുടെ ഓസ്മോട്ടിക് വാട്ടർ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഹൈ ബ്ലഡ് പ്രഷറിനും അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മിനറൽ ഡെഫിഷ്യൻസി ഡിസീസ്. ആകെ 5 ഡിസീസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കാൽഷ്യത്തിന്റെ കുറവ്, അയൺ, ഫോസ്ഫറസ്, അയഡിൻ ആൻഡ് സോഡിയം പൊട്ടാസ്യം. ഇപ്പം ഈ 5 ഡിസീസും അതിന്റെ ക്യാരക്ടേഴ്സും പഠിച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ മിനറൽ ഡെഫിഷ്യൻസി ഡിസീസ് പോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസിന്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലിങ്ക് കയറിയിട്ട് നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക. അപ്പൊ അതിലും ഇതേപോലെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി വരുന്ന അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഈ ഒരു പിക്ചർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഗ്ലോയിറ്ററിന് എഴുതുക. ഇതിന് കാരണം എന്തിന്റെ കുറവാ ചോദിച്ചാൽ അയഡിന്റെ കുറവാണ്. അയഡിന്റെ കുറവ് കാരണം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എക്സ്പാൻഡ് ആവുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഏപ്രിൽ ബാച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ എല്ലാവരും ഈ ഒരു സെക്ഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനി പുതിയ കണ്ടന്റ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ, ബൈ.